JNU യഥാർത്ഥത്തിൽ ഇപ്പം MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ്റെ മുറിയിലായിരുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രത്തോളം അന്നുതൊട്ടേ ഉള്ള ഒരു ബന്ധവും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ തേവരയിൽ ചെയർമാൻ റോജി ചെയർമാൻ ആയിരിക്കുമ്പോൾ ഹൈബി കൗൺസിലറായിരുന്നു. അങ്ങനെ ഈ രണ്ടുപേരും ഒരാളിപ്പോൾ ഡൽഹിയിലാണെങ്കിലും ആ 3 പേരും 2 സ്ഥലത്തിൽ വെച്ച് അത്രത്തോളം അടുപ്പമുള്ളവരായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ബന്ധം? അത് വലിയൊരു എന്താ പറയുക കോയിൻസിഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് വലിയൊരു സൗഹൃദമാണ് ഞങ്ങളുടേത്. തേവരെ പഠിക്കുമ്പോഴാണ് ഞാൻ ചെയർമാനായിട്ട് മത്സരിക്കുന്നു, അന്ന് ശ്രീ ഹൈബിയുടെ കൗൺസിലറായിട്ട് മത്സരിക്കുന്നു. ഞങ്ങൾ ഒരേ കാലയളവിൽ KSUവിൻ്റെ പ്രവർത്തകരായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കിരൺ പറഞ്ഞതുപോലെ JNUവിൽ വെച്ച് മാത്യുവും അവിടെ വരുന്നു. അങ്ങനെ ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഞാനും മാത്യു ഒരു റൂമിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2-2.5 വർഷക്കാലം ഒരു ചെറിയൊരു മുറിയിൽ. കിരണൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ, ആ മുറിയുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാവരും വന്ന് താമസിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഒരു മുറിയിൽ തന്നെ ഒരു 5-6 ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഡൽഹിയിലെ മറ്റൊരു കേരള ഹൗസ് ആണെന്ന് പറയാറുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് വരുന്ന ആളുകൾക്കെല്ലാം ഡൽഹിയിലെ താമസം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കണ്ടംപററീസ് ആയിട്ടുള്ള ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വരുന്നത് JNUവിൽ വന്ന് നമ്മുടെ റൂമുകളിൽ താമസിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഓപ്ഷനുള്ളൂ. കുറഞ്ഞ തുകയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണവും കിട്ടും. അപ്പോൾ മാത്യുവും ഞാനും അങ്ങനെ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് JNUവിൽ NSUIയിൽ ദീർഘകാലം പ്രവർത്തിച്ചു. ഞാൻ തെരഞ്ഞെടുപ്പിൽ JNU യൂണിയനിലേക്ക് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം അന്ന് എന്നെ സഹായിച്ച ഒരാളാണ് മാത്യു. പിന്നീട് ഞാൻ അവിടെ ജയിച്ചതിന് ശേഷം ഞാൻ NSUI ദേശീയ കമ്മിറ്റിയിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ശ്രീ ഹൈബി ഇവിടെ കേരളത്തിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയി. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേക താല്പര്യത്തിൽ കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു KSU പ്രസിഡൻ്റായിരുന്നു ശ്രീ ഹൈബി. അങ്ങനെ ഹൈബി NSUI അഖിലേന്ത്യാ പ്രസിഡൻ്റായി വരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് JNUവിൽ കൗൺസിലറൊക്കെ ആയിട്ട് നിന്ന് അവിടുന്ന് ഞാൻ നേരെ NSUIയുടെ നാഷണൽ കമ്മിറ്റിയിലേക്ക്, അന്ന് ഹൈബിയൊക്കെ താല്പര്യമെടുത്തിട്ടാണ് എന്നോട് പറഞ്ഞ് നാഷണൽ കമ്മിറ്റിയിലേക്ക് വരാനായിട്ട് താല്പര്യമെടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് NSUI കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. പിന്നീട് ഹൈബി MLA ആയി കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയതിന് ശേഷമാണ് ഞാനവിടെ NSUIയുടെ വൈസ് പ്രസിഡൻ്റ് ആവുന്നു. പിന്നീട് പ്രസിഡൻ്റൊക്കെ ആയി 2016 ഞാൻ നിയമസഭയിൽ മത്സരിക്കാനായിട്ട് അങ്കമാലിയിൽ വരുന്നത്. അപ്പോൾ ഈ തേവര കോളേജിൽ തന്നെ PG പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളെ വീട്ടുകാർ പറഞ്ഞു വിട്ടതാണ് പിന്നീട് NSUI നേതൃത്വത്തിലേക്ക് വരെ അതെ അതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു തലവരെ ഉണ്ടായിട്ടുണ്ടാവും.